ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പശ്ചിമേഷ്യയിൽ സമാധാനം. ദിവസത്തെ നേർക്കുനേർ പോരിന് ശേഷം ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ ധാരണ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇറാനും ഇസ്രായേലും അംഗീകരിച്ചു. വെടിനിർത്തൽ ലംഘിച്ചാൽ ഇറാൻ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തിയത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സേനാ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ നാടകീയ വെടിനിർത്തൽ പ്രഖ്യാപനം. ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് സമ്മതിച്ചെന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അറിയിച്ചത്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തിരിച്ചടിക്കില്ലെന്നും ഇസ്രായേലാണ് യുദ്ധം തുടങ്ങിവെച്ചതെന്നുമായിരുന്നു ഇറാന്റെ ആദ്യ പ്രതികരണം. വെടിനിർത്തൽ പ്രഖ്യാപനത്തോട് വേഗത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേലും തയ്യാറായില്ല. ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതുവരെ കടുത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങളും നടത്തിയത്. ഇസ്രായേലിലെ ബീർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി. ടെഹ്റാനിലും കരാജിലും റാഷിദിലും വൻ സ്ഫോടനമുണ്ടായി. ഇറാൻ ആണവശാസ്ത്രജ്ഞൻ മുഹമ്മദ് റസ സെദ്ഗി സബേർ കൊല്ലപ്പെട്ടു. ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലൂടെയാണ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചത്. പരീക്ഷണ വെടിനിർത്തലാണ് ഇതെന്നും ഇറാന്റെ തുടർ നടപടികൾ നിരീക്ഷിച്ച ശേഷമാകും ഇനിയുള്ള കാര്യങ്ങളെന്നുമാണ് ഇസ്രായേൽ പ്രതികരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ട്രംപും ഇറാനുമായി JD വാൻസും നടത്തിയ ചർച്ചകളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചത്. കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം 12-ന് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. ഇന്റർനാഷണൽ ഡെസ്ക് 24. ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയ ബങ്കർ ബസ്റ്റർ ബോംബാക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഇന്നലെ വൈകിട്ട് ഖത്തറിലെയും ഇറാഖിലെയും അമേരിക്കൻ സേനാ താവളങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം. മിസൈലുകളിലേറെയും വെടിവെച്ചിട്ടതായും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ ഭീതി ഉയർത്തുന്നതായിരുന്നു ആ ആക്രമണങ്ങൾ. മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചേക്കുമെന്ന സൂചനയിൽ ഗൾഫിലെ അമേരിക്കൻ ബ്രിട്ടീഷ് പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദ് എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. മേഖലയിലെ US സെൻട്രൽ കമാൻഡ് ആസ്ഥാനം കൂടിയായ താവളത്തിൽ 10,000-ഓളം സൈനികരുണ്ട്. 7:40 ആക്രമണം. മിസൈലുകളിലേറെയും തകർത്തതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സമാധാന നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കുന്ന ഖത്തറിൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയെ മുഴുവൻ ആശങ്കയിലാക്കി. ആക്രമണത്തെ ഖത്തർ ശക്തമായി അപലപിച്ചു. ഇറാഖിലെ അൽ അസദ് സേനാ താവളത്തിലും ആക്രമണമുണ്ടായി. സംഘർഷ പശ്ചാത്തലത്തിൽ UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നലെ മണിക്കൂറുകളോളം വ്യോമഗതാഗതത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. പിന്നീട് വിമാനങ്ങൾക്കുള്ള വിലക്ക് നീക്കിയെങ്കിലും പല സർവീസുകളും ഇപ്പോഴും റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നുണ്ട്. ആക്രമണത്തെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും അപലപിച്ചിരുന്നു. 24 ദുബായ്. ഓപ്പറേഷൻ റൈസിംഗ് ലയണിലൂടെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെന്ന് ഇസ്രായേൽ. സേനയുടെയും ജനത്തിന്റെയും വിജയമാണിത് എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷമുള്ള ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ ദിലീപ് കുമാർ വിശദീകരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ്, ഇസ്രായേൽ പറയുന്നു അവർ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടത് ആ ലക്ഷ്യങ്ങൾ നേടിയെന്ന്. ഇറാൻ പറയുന്നു അമേരിക്ക വെടിനിർത്തലിന് വേണ്ടി യാചിച്ചു, അങ്ങനെ അത് അംഗീകരിച്ചു കൊടുത്തു എന്നത്. യഥാർത്ഥത്തിൽ ഈ 12 ദിവസം നീണ്ട സംഘർഷത്തിന്റെ ബാക്കി എന്തൊക്കെയാണ്?
വിജയകുമാർ, യുദ്ധത്തിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ഏതായാലും ചർച്ച ചെയ്യേണ്ട ഒരു അവസരമല്ല. പക്ഷേ മനുഷ്യരാണ് പരാജയപ്പെട്ടത്, നിരായുധരായ പാവങ്ങളാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ, മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ വെളിച്ചം കടന്നു വരുന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ ഈ യുദ്ധമുയർത്തുന്ന ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഏതായാലും തുടർന്നുള്ള ചർച്ചകളിലൊക്കെ ആ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമോ എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇന്നലെ ഖത്തറിലെ ദോഹയ്ക്ക് സമീപമുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ ദിവസം അമേരിക്ക നടത്തിയ ഇറാനിലെ ആണവ നിലയങ്ങൾക്കു നേരെ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന നിലയിലാണ് ഈ ഖത്തറിലെ സൈനിക താവളം അൽ ഉദൈദ് സൈനിക താവളത്തിന് നേരെ ആക്രമണം. അതോടൊപ്പം തന്നെ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതിനു ശേഷം മണിക്കൂറുകൾക്കകമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതായി പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിക്കുന്നത് യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഇറാനും ഇസ്രയേലും വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു എന്ന കാര്യം. പക്ഷേ ഇറാൻ ഇക്കാര്യം ആദ്യം തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ആദ്യമുണ്ടായത്, അതുകൊണ്ട് ആദ്യം വെടിനിർത്തേണ്ടത് ഇസ്രയേലാണ് എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞത്. അതിനു പിന്നാലെ ഏതാണ്ട് ഇന്ത്യൻ സമയം രാവിലെ 9:30 വെടിനിർത്തൽ പ്രഖ്യാപനത്തിലേക്ക് ഇറാൻ കടന്നുവെന്ന ആദ്യ അറിയിപ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ വ്യോമാക്രമണങ്ങൾ രണ്ടു രാജ്യങ്ങളിലും ഉണ്ടായി. ഇസ്രയേലിലെ ജനവാസ മേഖലയായ ബിർഷബയിൽ ഇറാൻ ആക്രമണം നടത്തി 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേലും തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തിയിരുന്നു. ഈ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഏതായാലും രണ്ടു രാജ്യങ്ങളും പിന്നീട് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയായിരുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അല്പസമയം മുമ്പ് വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന പ്രഖ്യാപനം നടത്തി. പക്ഷേ കാതലായ ചില പ്രശ്നങ്ങൾ, ഇറാനിലെ ആണവ നിലയങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. അത്തരം അവകാശവാദങ്ങൾ ശരിയാണോ, അതിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഇറാനിലെ ആണവ നിലയങ്ങൾ ഇറാൻ തുടർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഇറാൻ അവകാശപ്പെട്ടിരുന്നത് അവിടെ നിന്നൊക്കെ ഈ ഫൊർദോ ആണവ നിലയത്തിൽ നിന്നടക്കം സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലുമൊക്കെ ഇനി പരിശോധന നടത്തേണ്ടതുണ്ട്. ഇസ്രയേൽ തന്നെ ഇതിനകം ഇപ്പോൾ തന്നെ ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഹമാസുമായിട്ടുള്ള യുദ്ധം അതും അവസാനിപ്പിക്കണമെന്ന് അവിടുത്തെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലുള്ള സമ്മർദ്ദം ഇസ്രയേലും നേരിടുന്നുണ്ട്. ഇനി ഈ കാര്യത്തിൽ ഇനിയൊരു ശാശ്വത പരിഹാരം, ശാശ്വത സമാധാനം പശ്ചിമേഷ്യയിൽ നിലനിർത്തുന്നതിന് തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളിലേക്കൊക്കെ ഈ രാജ്യങ്ങൾ കടക്കും എന്ന് പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ പറയുന്ന 12 ദിവസത്തെ പരസ്പരമുള്ള ഈ ആക്രമണത്തിന്റെ ബാക്കി എന്ന് പറയുന്നത് രണ്ടു രാജ്യങ്ങളിലുമായി ഏതാണ്ട് 1000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിലും ലഭ്യമല്ല. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. അത്തരം ദുരന്തത്തിൻ്റെതായ അവശേഷിപ്പുകളാണ് രണ്ട് രാജ്യങ്ങളുടെയും തലസ്ഥാന നഗരിയിൽ നിന്നൊക്കെ വരുന്നത്. അതിൻ്റെ ഒരുപക്ഷെ അതിന് കൂടുതൽ വിവരങ്ങൾ സമാധാന കാലത്തായിരിക്കും പുറത്തു വരാൻ പോകുന്നത്. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് മേഖലകളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി കമ്പനികൾ. കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള 40-ലധികം സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി യാത്രക്കാരാണ് സർവീസുകൾ റദ്ദാക്കിയതോടെ വലഞ്ഞത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 17 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയതിലധികവും എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ്. ബഹ്റിനിലേക്ക് തിരിച്ച ഇൻഡിഗോ വിമാനം കൊച്ചിയിൽ തിരിച്ചിറക്കി. വിമാനങ്ങൾ റദ്ദാക്കിയതോടെ യാത്രക്കാർ വലഞ്ഞു. ഞാൻ മസ്കത്തിലേക്ക്, എൻ്റെ ഇന്നലെ രാത്രിക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു 11:30 മണി. ഇവിടെ വന്നതിന് ശേഷം അറിയുന്നത് ഓൺ ടൈമിലാണെന്നുകൊണ്ട് ഈ പ്രോബ്ലംസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ വേറെ ഫ്ലൈറ്റ് നോക്കിയിട്ടുണ്ട്. റെഗുലറായിട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റാണ് ഒമാൻ എയറിൻ്റെ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 8 വിമാനങ്ങൾ റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മസ്കറ്റ്, ഷാർജ, അബുദാബി, ദമാം, ദുബായ് സർവീസുകളും ഖത്തർ എയർവേസ്, കുവൈറ്റ് എയർവേസ്, ഷാർജയിലേക്കുള്ള ഇൻഡിഗോ വിമാനവുമാണ് റദ്ദാക്കിയത്. ഷെഡ്യൂൾ അവർ പറയണത് ഒരാഴ്ചക്കകം, ഇനി ഉറപ്പൊന്നുമില്ല, വ്യാഴാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ടിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഷാർജ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇന്നലെ അവർ ചേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. വീണ്ടും ഇന്ന് രാവിലെ ആൾക്കാർ വന്നു. 3:50 போக வேண்டிய ஃப்ளைட்டு 7:30 போகும் அப்படின்னு சொன்னாங்க. அப்படி தான் சொல்லி டிக்கெட்டும் கொடுத்தாங்க. ஆனால் அங்கே உள்ளே இருக்கும்போது ஒரு 6 மணிக்கெலாம் வந்து கேன்சல் அப்படின்னு சொல்லி வெளியே எல்லாரையும் போக சொல்லிட்டாங்க വീട്ടിലേക്ക്. കണ്ണൂരിൽ നിന്ന് 17 വിമാന സർവീസുകൾ റദ്ദാക്കി.
കരിപ്പൂരിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ദോഹ, ജിദ്ദ, റാസൽ ഖൈമ, ബഹ്റിൻ സർവീസുകളും ഇൻഡിഗോ എയർലൈൻസിന്റെ മുംബൈ സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂരിലേക്കുള്ള അബുദാബി, റിയാദ്, ദമാം, ദുബായ്, ഷാർജ, ജിദ്ദ, മസ്കറ്റ് സർവീസുകളും റദ്ദാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നും ഇറാനിൽ നിന്നും കൂടുതൽ ഇന്ത്യക്കാർ രാജ്യത്ത് മടങ്ങിയെത്തി. വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്ററും ദൗത്യത്തിന്റെ ഭാഗമായി. ഇസ്രായേലിൽ നിന്ന് മടങ്ങിയെത്തിയവരിൽ 13 പേർ മലയാളികളാണ്. ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. ഇന്ത്യക്കാരുമായി 3 വിമാനങ്ങളാണ് ഇന്ന് ഡൽഹിയിലെത്തിയത്. ഇസ്രായേലിൽ നിന്ന് സുരക്ഷിതമായി ജോർദാനിലെത്തിച്ച ഇന്ത്യൻ പൗരന്മാരുമായുള്ള ജസീറ എയർവേസ് രാവിലെ 8 മണിയോടെ ഡൽഹിയിലെത്തി. സംഘത്തിൽ കൊല്ലം കൊട്ടാരക്കര സ്വദേശിനി ശ്രീലക്ഷ്മി തുളസീധരനും ഉണ്ടായിരുന്നു. എംബസി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ജോർദാനിലെ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്തു. പിന്നെ അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ തിരിച്ചു വരാൻ പറ്റിയില്ല, വൈകിട്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ജോർദാനിൽ നിന്ന് കുവൈറ്റിൽ വന്നു. പിന്നെ കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു. ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ആദ്യ സംഘവുമായി ഡൽഹി പാലം വ്യോമതാവളത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് ജോർദാനിലും ഈജിപ്തിലും എത്തിച്ച ഇന്ത്യൻ പൗരന്മാരെ തിരികെ എത്തിക്കുന്ന ദൗത്യമാണ് വ്യോമസേന ഏറ്റെടുത്തത്. ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇതുവരെ 31 മലയാളികളാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. ഇതിൽ 18 പേർ ഇറാനിൽ നിന്നും 13 പേർ ഇസ്രായേലിൽ നിന്നുമുള്ളവരാണ്. ആർ അച്യുതൻ, 24, ഡൽഹി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ ചികിത്സ തുടരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, VSന്റെ ആരോഗ്യനില നേരിയ തോതിൽ മെച്ചപ്പെട്ടു എന്നാണല്ലോ ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കുന്നത്. എന്താണ് ഡോക്ടേഴ്സ് പറയുന്നത്? അദ്ദേഹം മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ടല്ലോ അല്ലേ? വിജയകുമാർ, ഡോക്ടേഴ്സ് ഔദ്യോഗികമായി പറയുന്നതനുസരിച്ച് ഇന്നലെ ഉച്ചയോടുകൂടി VS അച്യുതാനന്ദനെ തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത് കുറച്ച് ഗുരുതരമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മെച്ചപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. നേരിയ പുരോഗതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടേഴ്സിൻ്റെ സംഘം നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യവും പട്ടം SUT ആശുപത്രി ഔദ്യോഗികമായി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലും പറയുന്ന കാര്യം. സാധാരണഗതിയിൽ VS 2019 മുതൽ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് പലതരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്ര മോശപ്പെട്ട അവസ്ഥയിൽ കാര്യങ്ങൾ പോകുന്നത് ഇതാദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ, ഇന്നലെ ഉച്ചയ്ക്കാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അന്നേരം മുതൽ 48 മണിക്കൂർ നിരീക്ഷണം എന്നുള്ള കാര്യത്തിൽ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ICUവിൽ VSനെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അതേ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി VSന്റെ മകനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി രോഗവിവരങ്ങളെക്കുറിച്ചടക്കമുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഈ VSനെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സിന്റെ സംഘത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടറുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കൂടുതൽ നേതാക്കൾ ഈ ആശുപത്രിയിലേക്ക് എത്തി VSനെ കാണുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിലവിൽ ഇപ്പോൾ ആശ്വാസകരമായ വാർത്താ വിവരങ്ങൾ അത് നമുക്ക് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നുള്ളതാണ് ആശുപത്രി ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. നിലമ്പൂർ വിജയത്തിന്റെ അവകാശികളെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ ചേരിതിരിവ്. വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ KC വേണുഗോപാലിനൊപ്പം നിലയുറപ്പിക്കുകയാണ് മറുഭാഗം. ആര്യാടൻ ഷൗക്കത്തിലൂടെ നിലമ്പൂർ തിരിച്ചുപിടിച്ചെങ്കിലും വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കുന്നതാണ് കോൺഗ്രസിലെ ചർച്ച. കൂട്ടായ വിജയമെന്ന് പറയുമ്പോഴും ജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ മറുവിഭാഗമാകട്ടെ KC വേണുഗോപാലിനൊപ്പം. പെൻഷൻ പരാമർശവും മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശവും ചർച്ചയാക്കിയ KCയെ പ്രശംസിച്ച AP അനിൽകുമാർ രംഗത്ത് വന്നു. ശ്രീ KC വേണുഗോപാൽ AC ജനറൽ സെക്രട്ടറി, കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ, സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ അവസാന ഘട്ടം വരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ
അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം 3 തവണ ഇവിടെ വന്നു. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയോടുള്ള CPM-ന്റെ സമീപനം, അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയങ്ങളുമാണ് വലിയ രീതിയിൽ ഇതിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. UDF നേതാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ വിജയമാണ് നിലമ്പൂരിലേതെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുന്നണിയുടെ നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ റോൾ വഹിച്ചു. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ്, തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരുന്നു. എൻ്റെ മുൻപിൽ നിന്ന നേതാക്കന്മാരെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ലീഡർഷിപ്പല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്, അവർ ഇതിൻ്റെ മുന്നണി പോരാളികളാണ്. അതിൻ്റെ കൂടെ ടീം വർക്കാണ്, ഹാർഡ് വർക്ക്, ടീം വർക്ക് കപ്പിൾഡ് വിത്ത്. തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ ക്രെഡിറ്റ് വേണ്ടെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. നിലമ്പൂരിലെ വലിയ വിജയത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് ആര്യാടൻ ഷൗക്കത്ത്. ഇരുവരും മധുരം കൈമാറി വിജയാഹ്ലാദം പങ്കുവച്ചു. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വോട്ടർമാരോട് നന്ദി പറഞ്ഞുള്ള UDF പ്രകടനം ഇന്ന് വൈകിട്ട് നടക്കും. നിലമ്പൂർ നിയുക്ത MLA-യുടെ ആദ്യ സന്ദർശനം പാണക്കാട്. വിജയത്തിന്റെ മധുരം പരസ്പരം നൽകി സാദിഖ് അലി ശിഹാബ് തങ്ങളും ഷൗക്കത്തും. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിന് നന്ദിയെന്ന് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ട് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം, അതിലേക്കുള്ള പ്രയാണമാണ് ഇനിയിപ്പോൾ നമുക്ക് നടത്തുവാനുള്ളത്. അതിന് ഒരു നിയോഗമാകാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും UDF-നെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു. ഒരു ചെറിയൊരു ലൂപ്പോള് പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. BJP-യിൽ നിന്നുൾപ്പെടെ വോട്ട് UDF-ന് ചോർന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള E. ജയൻ ആരോപിച്ചു. വിജയം കോൺഗ്രസിൻ്റേതല്ല, മതമൗലികവാദികളുടെ വിജയമെന്ന് BJP. പ്രാഥമികമായിട്ട് അതിൻ്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ആ കണക്കുകൾ വെച്ച്, ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വിശദമായി പാർട്ടി വിലയിരുത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള UDF പര്യടനം മണ്ഡലത്തിൽ നടക്കും. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരുത്തു കാട്ടിയതോടെ PV അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. അൻവറിന്റെ UDF പ്രവേശനം മുന്നണി ആലോചിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നാൽ അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നും പ്രതികരിച്ചില്ല. തനിച്ചു മത്സരിച്ച് 20,000 വോട്ട് നേടിയതോടെയാണ് അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ വീണ്ടും സജീവമായത്. അൻവറിന് മണ്ഡലത്തിൽ സ്വാധീനമുണ്ടെന്ന് UDF നേതാക്കൾ പരസ്യമായി തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അൻവറിന് മുന്നിൽ മുന്നണിയുടെ വാതിലുകൾ അടഞ്ഞിട്ടില്ലെന്ന് നേതാക്കളുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. UDF-ന് ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിച്ചു. ആരൊക്കെ കൂടെയുണ്ടോ അത്രയൊക്കെ കൂട്ടാവുന്നവരെ കൂടുന്നത് നല്ലത് തന്നെ. പക്ഷേ ഞങ്ങൾ ആരെയും കൂട്ടാതിരുന്നിട്ടില്ല, പ്രത്യേകിച്ച് അൻവറിൻ്റെ കേസിൽ. അത് UDF കൂട്ടായിട്ട് ആലോചിച്ചിട്ട് ചർച്ചകൾ നടക്കുന്നു, ആലോചിച്ചിട്ട് തീരുമാനമെടുക്കുന്നു. VD സതീശനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ അൻവർ ഇന്നലെ തന്നെ UDF-മായി അനുരഞ്ജനത്തിൽ തയ്യാറെന്ന് വ്യക്തമാക്കി. എന്നാൽ അൻവർ വിഷയത്തിൽ ഒന്നും പറയാനില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ്. അതേ നിലപാട് തന്നെയാണ് തനിക്കെന്നും ആര്യാടൻ ഷൗക്കത്ത്. തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. ഞാനല്ല അൻവറിനെ എടുക്കുന്നത്, ഞാനല്ല അൻവറിനെ എടുക്കണ്ട എന്ന് പറയുന്നത്. അത് തീരുമാനം എൻ്റെ നേതൃത്വമാണ്, UDF നേതൃത്വം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ കൂടി മുന്നണിയുടെ ഭാഗമാക്കുന്നതാണ് നല്ലതെന്ന് വലിയ വിഭാഗം UDF-ൽ കരുതുന്നുണ്ട്. എന്നാൽ ചർച്ചകൾക്ക് ആര് മുൻകൈയെടുക്കുമെന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. ലീഗിന്റെ കൂടി നിലപാട് പരിഗണിച്ചായിരിക്കും തുടർ തീരുമാനം. 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPIM ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വൻ തോൽവി ഉണ്ടായ സാഹചര്യം നാളെ മുതൽ ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. തന്ത്രങ്ങൾ പിഴച്ചത് എവിടെയാണെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന വിലയിരുത്തലാവും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്നുള്ള സംസ്ഥാന സമിതിയിലും നടക്കുക. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പരിപാടികളും വിലയിരുത്തി നിലമ്പൂർ വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് പ്രചരണഘട്ടത്തിലുടനീളം CPIM പ്രകടിപ്പിച്ചത്. എന്നാൽ നിലമ്പൂരിൽ നേരിട്ട കനത്ത തിരിച്ചടി ഭരണവിരുദ്ധ വികാരത്തിന് തെളിവല്ലേ എന്ന ചോദ്യം നേതൃത്വത്തെ തുറച്ചു നോക്കുന്നുണ്ട്.
ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ UDF ഉപയോഗപ്പെടുത്തിയ ഉദ്ദേശവും രീതിയുമായിരുന്നു. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറെ കൂടി വർഗീയവൽക്കരിക്കാനിത് തീവ്ര വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങിയതാണ് UDFിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുള്ളത്. UDF എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ കൂട്ടുകെട്ടാണ്. അതിന് രാഷ്ട്രീയമില്ല. UDFിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ തന്നെ വർഗീയ കൂട്ടുകെട്ടുകളുടെ രൂപത്തിൽ തയ്യാറാക്കിയതാണ്. PV അൻവർ നേടിയ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. 30,28,000 പരം വോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് പാർട്ടി തീരുമാനമെടുത്ത് ചിഹ്നത്തിൽ മത്സരിക്കും, സ്വതന്ത്രം മത്സരിപ്പിക്കേണ്ട സ്വതന്ത്രം മത്സരിപ്പിക്കും. ഒരു ചിഹ്നം വന്നതുകൊണ്ട് വോട്ട് കുറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസിനെ രക്ഷിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശമായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിൽ നേതൃയോഗങ്ങൾ രൂക്ഷ വിമർശനം ഉയർന്നേക്കാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാര്യത്തിൽ UDFനോട് പിടിച്ചു നിൽക്കാൻ LDFനാകുന്നില്ലെന്ന വിമർശനവും CPIMലുണ്ട്. അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള പ്രാഗൽഭ്യം നേതൃത്വത്തിനില്ലെന്ന വിമർശനവും ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെയുള്ള പരിഹാര നടപടികളും നേതൃയോഗങ്ങൾ തീരുമാനിക്കും. 24 തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി VN വാസവൻ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാവിലെ 7 മണിയോടെ എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച രഞ്ജിതയുടെ ഭൗതികദേഹം മന്ത്രി V ശിവൻകുട്ടി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഏറ്റുവാങ്ങി. നേരെ ജന്മനാടായ പുല്ലാട്ടേക്ക് വിവേകാനന്ദ സ്കൂളിൽ പൊതുദർശനം. മന്ത്രി VN വാസവൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അങ്ങേയറ്റം വേദനാജനകവും ദുഃഖകരവുമായ ഒരു വാർത്ത നമ്മളെല്ലാം കേട്ടു. ഇപ്പോൾ ഡെഡ് ബോഡി ഇന്നലെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടിയത്. ഏറെ വേദനയോടെ ദുഃഖത്തോടെ രഞ്ജിതയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിക്കുന്നു. രഞ്ജിതയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സ്കൂളിൽ ഒരുക്കിയ പ്രത്യേക പന്തലിലേക്ക് ഒഴുകിയെത്തിയത്. ഉച്ചയോടെ സ്കൂളിലെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോകും. രഞ്ജിതയുടെ പണി പൂർത്തിയാക്കാത്ത വീട്ടിൽ അടുത്ത ബന്ധുക്കൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരമൊരുക്കും. വൈകിട്ടോടെ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. 24 പത്തനംതിട്ട. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ നോവുന്ന ഓർമ്മകളിലാണ് ലണ്ടനിലെ സഹപ്രവർത്തകർ. രഞ്ജിതയ്ക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചായിരുന്നു പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് അവർ ആദരാഞ്ജലി അർപ്പിച്ചത്. രഞ്ജിത ജോലി ചെയ്ത ലണ്ടനിലെ പോർട്സ്മൌത്തിലെ അലക്സാണ്ട്ര NHS ആശുപത്രിയിലെ ഗാർഡനിലാണ് ആദരാഞ്ജലി അർപ്പിച്ച് സഹപ്രവർത്തകർ ഒത്തുകൂടിയത്. കാർഡിയാക് മെഡിസിൻ യൂണിറ്റ് മാനേജർ മാർത്ത മാഗ്നസ്റ്റിയുടെ അധ്യക്ഷതയിലായിരുന്നു അനുസ്മരണ യോഗം. Today we gather to honor our colleague, our friend, our nurse, Ranjita. It feels surreal to speak of her in the past tense. Her absence is a silence we feel every day. At the nurses station, in the patient bays, in the corridors we walk every day. രഞ്ജിതയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കണ്ണീരോടെ ഏറ്റുചൊല്ലി രഞ്ജിതയുടെ ചിത്രത്തിനു മുന്നിൽ പൂക്കളർപ്പിച്ചു. നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് സഹപ്രവർത്തകർ അനുശോചന കുറിപ്പുകൾ തയ്യാറാക്കി. മലയാളികളും വിദേശികളുമായി 300ഓളം പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് 24.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകളിൽ എന്തൊക്കെ മുന്നറിയിപ്പുകളാണുള്ളത്? വിജയകുമാർ, സംസ്ഥാനത്ത് പലയിടത്തും ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. കടുത്ത ചൂടാണ്. പക്ഷേ വരുന്ന 5 ദിവസം ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും പറയുന്നത്. അതിൽ ഇന്ന് 8 ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബാക്കി അതിതീവ്ര മഴ മുന്നറിയിപ്പോ അല്ലെങ്കിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പോ ഏത് ജില്ലകളിലുമില്ല. പക്ഷേ 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്, യെല്ലോ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളെയും 8 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. വരുന്ന 5 ദിവസവും ഇതുപോലെ തന്നെ വടക്കൻ കേരളം, അതുപോലെ തന്നെ മധ്യ കേരളം, മലയോര മേഖല, തീരപ്രദേശം എന്നിവിടങ്ങളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അതുപോലെ തന്നെ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ മണിക്കൂറിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. ഇനി മഴ ശക്തമാകുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. അത് മത്സ്യബന്ധനം തുടരാമെന്നുള്ളതും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ചൂടാണെങ്കിലും വെയിലാണെങ്കിലും അടുത്ത ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയിപ്പായി വരുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത്. തീരമേഖലയിലും അതുപോലെ മലയോര മേഖലയിലും പ്രത്യേക ജാഗ്രത വേണം എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സംഗമത്തിന്റെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് ഗുരുദേവന്റെ ആശയമാണ്. ശ്രീനാരായണ ഗുരു 100 വർഷം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പ്രസക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. उनका विश्वास समरसता और समानता में था. उनका विश्वास सत्य, सेवा और सौहार्द में था. यही प्रेरणा हमें सबका साथ सबका विकास का रास्ता दिखाती है. ചടങ്ങിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി. മതഭേദങ്ങൾക്കപ്പുറത്ത് രാജ്യപുരോഗതിക്കായി പ്രവർത്തിക്കുന്ന മഹാനാണ് നരേന്ദ്രമോദി. മഹാത്മാഗാന്ധിയുടെ പ്രതീകമാണ് പ്രധാനമന്ത്രിയെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. SCO സുരക്ഷാ കൗൺസിൽ സെക്രട്ടറിമാരുടെ 20ാമത് യോഗത്തിൽ പങ്കെടുക്കാനായി ചൈനയിലെത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതിൻ്റെയും ഭീകരതയെ ചെറുത്ത് മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടതിൻ്റെയും അനിവാര്യത ഇരുപക്ഷവും ചർച്ചയിൽ ഉയർത്തിക്കാട്ടി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാംശു ശുക്ലയുടെ യാത്ര നാളെ ഉച്ചയ്ക്ക് 12:01 6 തവണ മാറ്റിവെച്ച ശേഷമാണ് ദൗത്യത്തിന്റെ പുതിയ തീയതി പ്രഖ്യാപിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമുള്ള പരിശോധനകൾക്ക് കൂടുതൽ സമയം ആവശ്യമായതിനാലാണ് ഞായറാഴ്ച നടക്കാനിരുന്ന ദൗത്യം മാറ്റിയത്. അതിനു മുമ്പ് പ്രതികൂല കാലാവസ്ഥയും ഫാൽക്കൺ 9 റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ചയും ദൗത്യം മാറ്റാൻ കാരണമായി. ദൗത്യത്തിലൂടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പൗരനും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനുമായി ശുഭാംശു ശുക്ല മാറും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പപേക്ഷ നൽകിയ നേതാക്കൾ ബോധപൂർവം അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മാപ്പ് നൽകണമെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും പറഞ്ഞു. പാർട്ടി ഏത് ശിക്ഷ നൽകിയാലും സ്വീകരിക്കുമെന്നും കാരണം കാണിക്കൽ നോട്ടീസിന് നൽകിയ മറുപടിയിൽ ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനുമാണ് CPI സംസ്ഥാന നേതൃത്വത്തിന് മാപ്പപേക്ഷ നൽകിയിരിക്കുന്നത്. ഇരു നേതാക്കളും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങളുണ്ടായിരുന്നു. സംഭാഷണം പുറത്തു വന്നതോടെ കമലാ സദാനന്ദനോടും KM ദിനകരനോടും CPI വിശദീകരണം ചോദിച്ചു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് നൽകിയ വിശദീകരണത്തിലാണ് ഇരു നേതാക്കളും മാപ്പപേക്ഷിച്ചിരിക്കുന്നത്. ബോധപൂർവം പാർട്ടിയെ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിക്കും, ദയവ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും
വിശദീകരണക്കുറിപ്പിൽ ഇരു നേതാക്കളും പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറിക്കെതിരായ സംഭാഷണത്തിൻ്റെ സാഹചര്യം എന്താണെന്നോ സംഭാഷണം എങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ടെന്നോ മറുപടിയിൽ വിശദീകരിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറിക്കെതിരായ പരാമർശം പുറത്തുവന്നതും നേതാക്കളുടെ വിശദീകരണക്കുറിപ്പും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചർച്ച ചെയ്യും. മാപ്പപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കമലാ സദാനന്ദനും KM ദിനകരനുമെതിരായ നടപടി താക്കീതിൽ ഒതുങ്ങിയേക്കും. കടുത്ത നടപടി സ്വീകരിച്ചാൽ അത് പാർട്ടിയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് നേതൃത്വത്തിന് ആശങ്കയുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഇടുക്കി ചെല്ലാർകോവിലിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനറ്റിന്റെ സംസ്കാരം ഇന്ന് നടക്കും. കുവൈറ്റിൽ കുടുങ്ങിയ അമ്മ ജിനു നാട്ടിൽ തിരിച്ചെത്തിയതോടെയാണ് സംസ്കാരം ഇന്ന് നടത്താൻ തീരുമാനിച്ചത്. ചേതനയറ്റ ഷാനറ്റിന്റെ മൃതദേഹം ഒരാഴ്ചയായി മോർച്ചറിയിലായിരുന്നു. അമ്മ ജിനുവിന്റെ വരവും കാത്ത്. മലയാളി ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട് കുവൈറ്റിൽ തടങ്കലിലായിരുന്ന ജിനു ഇന്നലെ വൈകിട്ട് നാട്ടിലെത്തി. മകന്റെ മരണത്തേക്കാൾ വലിയ വേദന ആ അമ്മയ്ക്ക് ഇനി ഉണ്ടാകാനില്ല. രാവിലെ 10 മണിയോടെ ഷാനറ്റിന്റെ മൃതദേഹം അണക്കരയിലെ വീട്ടിലെത്തിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചെല്ലാർകോവിലുണ്ടായ വാഹനാപകടത്തിൽ ഷാനറ്റും സുഹൃത്ത് അലനും മരിച്ചത്. മാതാവ് ജിനു നാട്ടിലെത്താൻ വൈകിയതോടെ ഷാനറ്റിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകി. കുവൈറ്റിൽ കുടുങ്ങിയ ജിനുവിനെ കേരളത്തിൽ നിന്നുള്ള MPമാരും കുവൈറ്റ് മലയാളി അസോസിയേഷനും ചേർന്ന് നടത്തിയ ശ്രമഫലമായാണ് നാട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് അണക്കര 7-ാം മൈൽ ഒലിവുമല യാക്കോബായ പള്ളിയിൽ ഷാനറ്റിന്റെ സംസ്കാരം നടക്കും. 24 ഇടുക്കി. ഇടുക്കി ഉപ്പുതറയിൽ ഒരു കാൽ മുറിച്ചു മാറ്റിയ പ്രകാശിന് കൃത്രിമ കാൽ വെച്ചു നൽകും. മാവേലിക്കരയിലെ ലൈഫ് ആൻഡ് ലിംഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി അമേരിക്കൻ മലയാളിയായ ജോൺസൺ സാമുവലാണ് കൃത്രിമ കാൽ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. 24 ഇമ്പാക്ട്. ഒരു കാൽ നഷ്ടപ്പെട്ട് ദുരിത ജീവിതം നയിക്കുന്ന പ്രകാശിന് അർഹതയുണ്ടായിട്ടും ലൈഫ് മിഷനിൽ വീടില്ല എന്ന വാർത്ത നൽകിയത് 24. പിന്നാലെയാണ് സഹായമെത്തിയത്. മാവേലിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൈഫ് ആൻഡ് ലിംഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യമായി പ്രകാശിന് കൃത്രിമ കാൽ നൽകും. അമേരിക്കൻ മലയാളിയായ ജോൺസൺ സാമുവലാണ് കൃത്രിമ കാൽ വാഗ്ദാനം ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ടെന്ന് പ്രകാശ്. ആ കമ്പനിയോട് അങ്ങേയറ്റം സന്തോഷവും സ്നേഹവും ആദരവും ഉണ്ട്. എൻ്റെ ഈ ദയനീയ അവസ്ഥ കണ്ട് ഈ ബഹുമാനപ്പെട്ട ഈ കമ്പനി എനിക്കൊരു വീടിൻ്റെയും കൂടി ഒരു സഹായം ചെയ്താൽ എനിക്ക് വലിയ ഉപകാരമായിരുന്നു. ഓഗസ്റ്റ് 2-ന് കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ കൃത്രിമക്കാല് നൽകും. 2014 മുതൽ എല്ലാ വർഷവും 100 പേർക്ക് ലൈഫ് ആൻഡ് ലിംഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി സൗജന്യമായി കൃത്രിമക്കാൽ വിതരണം ചെയ്യാറുണ്ട്. 24 ഇടുക്കി. എറണാകുളം ഇടക്കൊച്ചിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. വാഹനത്തിലുണ്ടായിരുന്ന യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്നും. ശ്യാമ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്? പോലീസ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? വിജയകുമാർ, ഇന്നലെ രാത്രിയാണ് ഈ ഇടക്കൊച്ചിയിൽ ഇന്ദിരാഗാന്ധി റോഡിൽ ഇൻസുലേറ്റഡ് വാനിനുള്ളിൽ യുവാവിനെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇടക്കൊച്ചി സ്വദേശി ആഷിഖ് എന്നായിരുന്നു ആ യുവാവിൻ്റെ പേര്. അയാളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞിരുന്നു. ഇതിലാണ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ യുവാവിൻ്റെ മരണം കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഈ മരണം കൊലപാതകമാണെന്ന് അറിഞ്ഞത്. ഇന്നലെ രാത്രി തന്നെ ഈ വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്ന ഒരു യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തതായും പോലീസ് പറയുന്നുണ്ട്. കൊലപാതക കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തിലെ ചില ഇടപെടലുകളാണ്, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കൊലപാതകത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് പങ്കുവെക്കുന്ന വിവരം. വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമാകും യുവാവിൻ്റെ ശരീരത്തെ എങ്ങനെ ആഴത്തിൽ മുറിവേറ്റു, അത് ആരുടെ സഹായത്താൽ ചെയ്തു, ഒറ്റയ്ക്കാണോ ചെയ്തത്, കൂടുതൽ പ്രതികൾക്ക് ഈ കേസിൽ സാധ്യതയുണ്ടോ എന്നീ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഏതായാലും പ്രാഥമിക അന്വേഷണ ഘട്ടത്തിലാണ് കേസ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് ആഷിഖിന്റെ മരണം കൊലപാതകം ആണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. യെസ്, വാഹനത്തിലുണ്ടായിരുന്ന യുവതി ഉൾപ്പെടെ 2 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. CPM പരിപാടിയിൽ മുതിർന്ന നേതാവ് G. സുധാകരന് വീണ്ടും അവഗണന. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് G. സുധാകരനെ ക്ഷണിച്ചില്ല. നടപടിയെ G. സുധാകരൻ പരോക്ഷമായി വിമർശിച്ചു. VS അച്യുതാനന്ദനും S. രാമചന്ദ്രൻ പിള്ളയ്ക്കും പുറമെ ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭകാരികളിൽ ഒരാളാണ് G. സുധാകരൻ. ഈ പശ്ചാത്തലം അവഗണിച്ചാണ് പാർട്ടി പരിപാടിയിൽ ക്ഷണമില്ലാത്തത്. CPIM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാറാണ്
അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികാചരണ പരിപാടിയിൽ മുഖ്യപ്രഭാഷകൻ. അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ വീടിന് സമീപത്താണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത്. പരിപാടിയെക്കുറിച്ച് അറിവില്ലെന്ന് ജി സുധാകരൻ. എനിക്കതേപ്പറ്റി അറിയില്ല. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. കൂടുതൽ പ്രതികരണത്തിന് തയ്യാറില്ലെങ്കിലും പരിപാടിയിൽ ക്ഷണിക്കാത്ത നടപടിയെ ജി സുധാകരൻ പരോക്ഷമായി വിമർശിച്ചു. ഹിസ്റ്ററി ഈസ് പ്രോഗ്രസ് എന്നാണ്. ചരിത്രം പുരോഗതിയാണ്. പഴയകാലത്തിന്റെ സ്മരണകൾ മാത്രമല്ല, ചരിത്രം അനർഗളമായി മുന്നോട്ട് ഒഴുകുന്ന ഒരു മഹാനദിയാണ്. അപ്പം ചരിത്രത്തെപ്പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോടോ സമൂഹത്തോടോ പൂർണ്ണമായും നീതി പുലർത്താൻ പറ്റില്ല. വിവാദത്തിൽ CPIM ജില്ലാ കമ്മിറ്റി പ്രതികരിച്ചില്ല. 24 ആലപ്പുഴ. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് നാളെ 50 വർഷം പിന്നിടുകയാണ്. ചരിത്രത്തിന്റെ ആ ഇരുണ്ട കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രത്യേക വാർത്തയിലേക്കാണ് ഇനി. അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധ നടപടിയായിരുന്നു അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാട്ടത്തിൽ ഉയർന്നു കേട്ട വനിതാ ശബ്ദങ്ങൾ ഇന്ത്യയെ പ്രകമ്പനം കൊള്ളിച്ചവയാണ്. കേരളത്തിലും അതിന്റെ ശക്തമായ അലയൊഴികൾ ഉണ്ടായി. ജൂൺ 25 രാജ്യമെങ്ങും അടിയന്തരാവസ്ഥയുടെ ഇടിമുഴക്കം മുഴങ്ങി. ചരിത്രത്തിന്റെ ആ ഇരുണ്ട കാലഘട്ടത്തെ അത്ര നിഷ്കളങ്കമായി ഒരിക്കലും വായിക്കാനുമാവില്ല. ഇന്ത്യയെ ഭയം ഭരിച്ച കാലം, പൗരന്റെ എല്ലാ അവകാശങ്ങളെയും ചങ്ങലക്കിട്ട കാലം. അക്കാലത്തെ സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിന്റെ പങ്ക് വലുതായിരുന്നു. അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിൽ സ്ത്രീകളുടെ ചെറുത്തുനിൽപ്പ് അത്രത്തോളം നിർണായകമായിരുന്നു. അനൌദ്യോഗിക കണക്ക് പ്രകാരം ആ കാലഘട്ടത്തിൽ 500-ന് മേൽ സ്ത്രീകൾ തടങ്കലിലും നിയമവിരുദ്ധ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും പീഡനത്തിന് ഇരകളായിട്ടുണ്ട്. അതിൽ 3 പേരാണ് മന്ദാകിനി നാരായണൻ, CR സുലോചന, M ദേവകിയമ്മ എന്നിവർ. SLC കഴിഞ്ഞ് ആ ജൂണിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സമകാലീന വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ നാടകങ്ങളൊക്കെ വയനാട്ടിൽ തെരുവ് നാടകങ്ങളായിട്ടും അതുപോലെ ചെറിയ ടാക്കീസുകളിലൊക്കെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. ഇന്ത്യയിലാകെ 77 സ്ത്രീകൾ മിസ പ്രകാരം തടവിലാക്കപ്പെട്ടുവെന്നാണ് രേഖകൾ പറയുന്നത്. മിസ, DRI അറസ്റ്റുകൾക്ക് പുറമെ കേരളത്തിലെമ്പാടും 1000-ഓളം സ്ത്രീകൾക്ക് പോലീസ് അതിക്രമങ്ങളിൽ പരുക്കേറ്റു. ദിവസങ്ങളോളം പീഡിപ്പിച്ചു. പലരെയും മർദ്ദിച്ചവശരാക്കി വിട്ടയച്ചു. ഇത്തരം ക്യാമ്പുകളിൽ മർദ്ദനമേറ്റ സ്ത്രീകളിൽ നല്ല പങ്കും നക്സലൈറ്റ് ബന്ധമുള്ളവരോ നക്സലൈറ്റ് പ്രവർത്തകരുടെ ബന്ധുക്കളോ ആയിരുന്നു. ലോകം ഇനി എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളൊരു ആശങ്കയിലായിരുന്നു ആ സമയത്തൊക്കെ. ടോട്ടൽ എന്താ പറയുക, ഫാഷിസത്തിൻ്റെ അന്തരീക്ഷം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മന്ദാകിനി നാരായണന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ പോരാട്ടമായിരുന്നു. സത്യാഗ്രഹ സമയത്ത് പോലീസിൽ നിന്നും ക്രൂരമർദ്ദനമേറ്റ TP വിനോദിനിയമ്മ അടിയന്തരാവസ്ഥയുടെ അവസാന നാളുകൾ വരെയും പോരാട്ടം തുടർന്നു. സ്ത്രീകൾ സംഘടിതമായി തൊഴിലിടം വിട്ടിറങ്ങി അവരുടെ നേതാക്കളുടെ മോചനം ആവശ്യപ്പെട്ടു. അടിച്ചമർത്തലിനെതിരെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങളുണ്ടായി. സുശീല ഗോപാലൻ, M കമലം, KR ഗൗരിയമ്മ, TP വിനോദിനിയമ്മ എന്നിവർ അക്കൂട്ടത്തിൽ എടുത്തുപറയേണ്ട പേരുകളിൽ ചിലതാണ്. സഭയിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയത് ഒരു സ്ത്രീയാണ്, പെണ്ണമ്മ ജേക്കബ്. അടിയന്തരാവസ്ഥക്കാലത്തും വർത്തമാനകാല രാഷ്ട്രീയവും തമ്മിൽ സാമ്യതകളേറെ. നിരപരാധികളായിട്ടുള്ളവരെ തന്നെയല്ലായിരുന്നു കൊണ്ടുപോയത്. ഒന്നും ഒരു തോക്ക് പോലും ഞാൻ കണ്ടിട്ടില്ല. ഒരാളെ ഉപദ്രവിക്കേണ്ട മാനസിക ഒരു സ്ഥിതി പോലും ഞാനായിട്ടില്ല, പക്വത വന്നിട്ടില്ല. കാരണം SLC കഴിഞ്ഞ് ഒരു മാർച്ചിൽ കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂണിലാണ് അടിയന്തരാവസ്ഥ ഇത് ചെയ്യുന്നത്. രാജൻ കേസും, രാജൻ മാത്രമല്ല, രാജൻ്റെ സുഹൃത്തുക്കളായിട്ട് പിടിച്ച കുറേ ആൾക്കാർ ശരീരം മുഴുവൻ ഒന്നിനും കൊള്ളാതെ ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള അസുഖങ്ങളും വിട്ടിട്ട് ജീവിക്കുന്ന വ്യക്തികളെ എനിക്കറിയാം. ചരിത്രത്തിന്റെ പക്ഷപാതിത്വം പേറാതെ ഓരോ സ്ത്രീ പോരാളികളെയും ഒപ്പത്തിനൊപ്പം ഓർക്കാം.
സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് അന്നത്തെ ഓരോ സ്ത്രീക്കും പറയാനുള്ളത്. ഒരു ഇരുണ്ട കാലഘട്ടത്തെ എങ്ങനെ അതിജീവിച്ചുവെന്നതിൻ്റെ കഥ. രാഷ്ട്രീയമായ ശരികൾ തേടിയുള്ള യാത്ര ഓരോരുത്തരും തുടരുകയാണ്. അനന്തുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. ഫോറസ്റ്റ് സ്റ്റേഷന് മതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാന കോമ്പൗണ്ടിലുണ്ടായിരുന്ന 4 പനകൾ മറിച്ചിടുകയും ചെയ്തു. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അവിടെ ആ സമയത്ത് ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർക്ക് അങ്ങോട്ട് ആക്രമണം ഉണ്ടായില്ല എന്ന് തോന്നുന്നു അല്ലേ? കോമ്പൗണ്ടിൽ കടന്നാന അവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണോ? വിജയകുമാർ, ഈ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ഈ കുതിരാൻ മല കടന്ന് കൂടുതൽ ആനകൾ ഈ മച്ചാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്നുണ്ട്. തുടർച്ചയായി ജനവാസ മേഖലയിൽ ഈ കാട്ടാനാക്രമണം പതിവായിരിക്കുകയാണ്. ഈ അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ തന്നെ ഇപ്പോൾ ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് മച്ചാട് ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഇത് കുറച്ച് നാളുകളായി സ്റ്റേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവർ ഇന്ന് രാവിലെ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമിക്കപ്പെട്ട നിലയിൽ കാണുന്നത്. മുൻവശത്തെ ഗേറ്റും മതിലും ഉൾപ്പെടെ ഈ കാട്ടാനക്കൂട്ടം തകർത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് തൃശ്ശൂർ ഷൊർണൂർ സംസ്ഥാന പാതയാണ്. ഈ സംസ്ഥാന പാതയിലേക്ക് ഉൾപ്പെടെ ഈ ആന റോഡ് മുറിച്ച് കടക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്ന കാര്യം. വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചേലക്കരയിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഈ കാട്ടാനാക്രമണം ഇന്നലെ കാട്ടാനയുടെ ഭാഗത്തുനിന്ന് ഈ ആക്രമണം ഉണ്ടാവുകയും വ്യാപകമായ നാശനഷ്ടം വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വിജയകുമാർ. യെസ്, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ഇരുചക്ര വാഹനത്തിൽ 3 പേർ സഞ്ചരിച്ചതിന് ബേപ്പൂർ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ബേപ്പൂർ സ്വദേശി അനന്തു ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് ഇരുചക്രവാഹനത്തിൽ 3 പേരുമായി യാത്ര ചെയ്തതിന് അനന്തുവിന്റെ ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബേപ്പൂർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അനന്തു പറഞ്ഞു. സ്റ്റേഷൻ SI ഉൾപ്പെടെ 4 പേർ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതി. ഫൈൻ അടയ്ക്കണമെങ്കിൽ അടയ്ക്കുക, കാര്യങ്ങൾ പറഞ്ഞു ഈ ഫൈനൊന്നും അടയ്ക്കണ്ടെങ്കിൽ അവിടെ നിൽക്കാറുണ്ട്. പിന്നെ ആ റൂമിൽ തന്നെ നിർത്തിയിട്ട് സാറ് പോയിട്ട് ഒരു പട്ടിക എടുത്ത് വന്നിട്ട് പിന്നെ ആ സാറിന്റെ റൂമിൽ ക്യാമറ ഇല്ലാത്ത റൂം കൊണ്ടുപോയിട്ട് പട്ടിക വെച്ചിട്ട് ഫുൾ തലക്കും മോട്ടും മൂക്കിനും ഇവിടെയൊക്കെ അടിച്ച്. സംഭവത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് പിതാവ് ഷിബു പറഞ്ഞു. പോലീസ് എന്ന് പറയുമ്പോ ഇതുപോലൊരു പോലീസിനെ വെച്ചാൽ കഴിഞ്ഞാല് നമ്മളെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇത്രയും നാണം കെട്ട ഒരു പോലീസ്, അയാളെന്താ ഗുണ്ടയാണോ? ഇതേപോലത്തെ പോലീസുകാരെ ഒരിക്കലും ഒരു കാരണവശാൽ പോലും ഗവൺമെന്റിൽ വെക്കാൻ പാടില്ല. എന്നാൽ ബൈക്കിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചു എന്ന് കാണിച്ച് അനന്തുവിന്റെയും സുഹൃത്തുക്കളുടെയും പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാൻ പോലീസ് കണ്ടെത്തിയ വഴിയാണ് കള്ളക്കേസെന്ന് ബന്ധുക്കൾ പ്രതികരിച്ചു. 24 കോഴിക്കോട്. കണ്ണൂരിലെ കണ്ണാടിപ്പറമ്പിൽ വയോധികയ്ക്ക് നേരെ തെരുവുനായ ആക്രമണം. ചാലിൽ സ്വദേശി യശോദയ്ക്ക് ഗുരുതര പരിക്കേറ്റു എന്ന വിവരമാണ് വരുന്നത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ആ കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ വെച്ചാണ്. അവിടെ ആ ചാലിൽ സ്വദേശിയായിട്ടുള്ള യശോദ എന്ന വയോധിക്ക് നേരെയാണ് ആ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ക്രൂരമായ ആക്രമണമാണ്. ആ വയോധിക്ക് തെരുവുനായയുടെ ആക്രമണമേറ്റ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ ചിത്രങ്ങൾ കാണാൻ പോലും സാധിക്കില്ല. അത്ര ദാരുണമായിട്ടുള്ളൊരു ആക്രമണമാണ് ഉണ്ടായത്. ആ മുഖത്ത് കവിളിനും അതോടൊപ്പം തന്നെ ചുണ്ടും കടിച്ചു പറിച്ച നിലയിലാണ്. ആ കൈക്കും അതോടൊപ്പം തന്നെ കാലിനും ഗുരുതരമായി തന്നെ കടിയേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ യശോദയെ പരിയാരത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടാണുള്ളത്. ഗുരുതരമായിട്ടുള്ള പരിക്ക് ഉണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അവർ എത്തിച്ചേരും. ആദ്യം തൊട്ടടുത്തുള്ളൊരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പക്ഷേ ഗുരുതരമായ പരിക്കുള്ളത് കൊണ്ട് തന്നെ പരിയാരത്തേക്ക് മാറ്റുകയായിരുന്നു. വീടിന് തൊട്ട് സമീപത്ത് വെച്ചാണ് ഈ തെരുവുനായയുടെ കടിയേറ്റത്. വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കുകയായിരുന്നു. അതിനിടെ ആ റോഡിനോട് ചേർന്ന ഭാഗത്തുനിന്ന് തെരുവുനായ ഓടി വന്ന് ഈ വയോധികയെ ആക്രമിക്കുകയായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു വയോധിക കൂടിയാണ്. പെട്ടെന്ന് ഓടി മാറാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ക്രൂരമായ ആക്രമണം ഉണ്ടായത്.
നമുക്ക് ചിത്രങ്ങൾ കാണാൻ വളരെ ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം പ്രവേശിപ്പിക്കും. അതിനുശേഷം അവിടെ വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ പരിശോധനയും അതോടൊപ്പം തന്നെ ഈ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ ഇതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നൽകേണ്ടതുണ്ട്. അത്തരം ചികിത്സയിലേക്ക് എന്തായാലും കടക്കും. എന്തായാലും കണ്ണൂരിൽ ഇതിനകം തന്നെ നമുക്കറിയാം, കണ്ണൂർ നഗരത്തിലും ഇത്തരത്തിൽ സമാനമായ ഒട്ടനവധി തെരുവുനായ ആക്രമണത്തിൻ്റെ സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ നഗരത്തോട് തൊട്ട് സമീപമുള്ളൊരു പ്രദേശം തന്നെയാണ് ഈ കണ്ണാടിപ്പറമ്പ്. മയിലിന് സമീപമാണ്. അവിടെയാണ് ഇന്ന് 12 മണിയോടെ കണ്ണൂരിൽ നിന്ന്. സമാധാന പ്രതീക്ഷകളെ ഇല്ലാതാക്കി വീണ്ടും ഇറാൻ ഇസ്രായേൽ സംഘർഷമെന്ന സൂചന. ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്നും അത് തടഞ്ഞു എന്നുമാണ് ഇസ്രായേലിന്റെ ആരോപണം. ശക്തമായ തിരിച്ചടിക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉത്തരവിട്ടു എന്ന വിവരം വരുന്നുണ്ട്. മെറിൻ മേരി ചാക്കോ വിശദാംശങ്ങൾ നൽകും. ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ, ഇപ്പോൾ ഇറാൻ പറയുന്നത് ആ തരത്തിൽ ഒരു മിസൈൽ ആക്രമണവും വെടിനിർത്തൽ കരാറിന് ശേഷം നടത്തിയിട്ടില്ല എന്നാണല്ലോ. എന്താണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഭവിക്കുന്നത്? ഈ സമാധാന അന്തരീക്ഷം എന്നത് വളരെ ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ളതായിരുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്, ആശങ്കപ്പെടുന്നത്? വിജയകുമാർ, ലോകം ആശ്വസിച്ച ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം. അതായത് പശ്ചിമേഷ്യയിൽ 12 ദിവസത്തിന് ശേഷം സമാധാനം വരുന്നു എന്നുള്ളൊരു ആശ്വാസ വാർത്തയായിരുന്നു വന്നിരുന്നത്. എന്നാൽ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് ഇസ്രായേലിന് മേൽ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും ഇത് ജനങ്ങളോട് ബങ്കറുകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിർദ്ദേശം നൽകിയ സമയത്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായതുമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഇതിന് തിരിച്ചടി നൽകാനായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തന്നെ നിർദ്ദേശം നൽകിയെന്നുള്ള വിവരവും വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇത് സംബന്ധിച്ച ഒരു വെടിനിർത്തൽ ധാരണയായത്. 12 ദിവസത്തെ അശാന്തിക്കൊടുവിൽ ഒരു സമാധാന പുലരി ഉണ്ടാകുമെന്ന് ലോകം ആശ്വസിച്ച ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും അത്തരത്തിലുള്ള വെടിനിർത്തലായിട്ടില്ല, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കാൻ ശ്രമമില്ല എന്ന് തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യ വീണ്ടും അശാന്തിയുടെ ഒരു പാതയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞു. ഈ ഒരു കരാർ ലംഘിക്കരുതെന്നും ആക്രമണം തുടരരുത്, സമാധാനത്തിന്റെ പാത ഇരു രാജ്യങ്ങളും പാലിക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കമുണ്ടായിരിക്കുന്നത് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത്. 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ നഗരങ്ങൾക്ക് നേരെ തൊടുത്തുവെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് വരെ കനത്ത ആക്രമണമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയത്. ഇസ്രായേലിലെ ബീർഷേബയിൽ ഇറാന്റെ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇറാന് നേരെയും ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. കറാച്ച് അതേപോലുള്ള നഗരങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അവിടെ ഇന്ന് ഒരു ആണവ ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെയുള്ളവരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ, അതായത് സമാധാനത്തിന് ഒരു അല്പായുസ് മാത്രമെന്ന് ഈ ഒരു നിമിഷം പറയാൻ സാധിക്കും. അത്തരത്തിൽ വീണ്ടും ഒരു ആശങ്കയുടെ നിമിഷങ്ങളിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുകയാണ്. ഇപ്പോൾ ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു. അതിന് കനത്ത തിരിച്ചടി നൽകാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്ന ലോകത്തെ ആശങ്കയിലാക്കിക്കൊണ്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയകുമാർ, ഇറാൻ സ്റ്റേറ്റ് മീഡിയ പറയുന്നത് അത്തരം ഏതെങ്കിലും മിസൈൽ ആക്രമണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് അവരുടൻ ഇതിന് തിരിച്ചടി നൽകുമെന്നത്. ഏതെങ്കിലും ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പാണോ ഈ മിസൈൽ ആക്രമണത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ എന്തായാലും മറ്റു സ്ഥിരീകരണങ്ങളൊന്നുമില്ല. സമാധാന കരാർ അല്ലെങ്കിൽ അത്തരം ഒരു ധാരണ നിലവിൽ വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു ആക്രമണം, അതിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലിൻ്റെ പ്രഖ്യാപനമൊക്കെയാണ് വരുന്നത്. പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാക്കുകയാണ് ഈ പുതിയ സാഹചര്യങ്ങൾ. മെറിൻ മേരി ചാക്കോയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ജോയ് ആലുക്കാസ് ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യക്കകത്തും അന്താരാഷ്ട്ര ഷോറൂമുകളിലുമൊക്കെയായി സംഘടിപ്പിച്ച മെഗാ ക്യാമ്പുകളിൽ നിന്നായി 2500 യൂണിറ്റ് രക്തമാണ് ശേഖരിച്ചത്. വിവിധ ഷോറൂമുകളിൽ നിന്ന് ഒരേ സമയം നടന്ന ക്യാമ്പിൽ ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും പൊതുജനങ്ങളുടെയും മികച്ച പങ്കാളിത്തമുണ്ടായി. ആളുകളുടെ ജീവൻ രക്ഷിക്കുന്ന രക്തദാനം പോലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ ജോയ് ആലുക്കാസ് പറഞ്ഞു.
ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.